10ാം ക്ലാസ്സിലെ പരീക്ഷ റിസൾട്ടൊക്കെ വന്ന് നമ്മൾ കണ്ടു. A+ മേടിച്ച് ഒരുപാട് പേരുണ്ട്. ഒരുപാട് സന്തോഷിച്ച് തുള്ളിച്ചാടുന്നതൊക്കെ നമ്മൾ കണ്ടു ടി വിയിലൂടെ, വാർത്തകളിലൂടെ. അപ്പം ഞാൻ പറയാൻ വന്ന അവരെ കുറിച്ചല്ല, അവരെ ഗ്രേഡ് താന്നു പോയെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവർ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റാങ്കിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജഡ്ജ്മെൻറ്റോ ഒന്നും ഇത് ഫൈനൽ അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് എന്തെന്ന് പറയുന്നത് ഏറ്റവും നല്ല അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഇച്ചിരി ഗ്രേഡൊക്കെ താഴ്ന്നു പോയി ഇപ്പോൾ CO BO വല്ലതും ആണെങ്കിൽ തന്നെയും നിങ്ങൾ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ സ്കിൽസ്, നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം എന്താണ്, നിങ്ങളിപ്പോൾ ഒരു 2-3 വർഷത്തിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു മെച്ചുവേർഡ് ആവും നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെ നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കണം, ഏത് ജോലി ചെയ്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അതിലായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ വരേണ്ടത്. അപ്പം ഒരിക്കലും നമ്മൾ വേറൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലി അല്ലെന്നുണ്ടെങ്കിൽ ആരും പറഞ്ഞു കേട്ട ജോലി നമ്മൾ തിരഞ്ഞെടുക്കരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് എപ്പോഴും ഒരു ഫ്രീ ആയിട്ട് നമ്മളൊരു ഉത്സവം പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ജോലി ആണ് നമ്മുടെ ഏറ്റവും വലിയ ഗ്രീഡ്, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ റാങ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമോ ആകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഇനിയുള്ള കാലം പ്രയത്നിക്കാൻ നോക്കുക. അപ്പം 22 വയസ്സ് റേഞ്ചിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ജോലി മേടിച്ച് ഏറ്റവും പവർഫുൾ ആവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.